ബാറിന്റെ സാർ ഇവിടെ CAG റിപ്പോർട്ട് പറഞ്ഞു. CAG റിപ്പോർട്ടിൽ വേറെ ഒരുപാട് കാര്യമുണ്ട്, ഞാൻ പറയില്ല. കഴിഞ്ഞ 100 കോടി രൂപ കുറഞ്ഞു ബാറിൽ നിന്ന്. ഇനി വേറൊരു കാര്യം, മദ്യത്തിന്റെ വ്യാപനം അരുത്. കാര്യം ഈ സർക്കാർ നമ്മളോട് ഉപദേശിക്കുകയാണ്, മദ്യം വ്യാപിപ്പിക്കും. ഇവിടെ 28 ബാറുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോൾ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്ര 900 ചില്ലാൻ ബാറായി. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. ബീവറേജ് കോർപ്പറേഷന്റെ അല്ലല്ല അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വിഷമാണ്. ഇതൊക്കെ ഞങ്ങൾ ഇതിന്ന് അങ്ങനെയൊന്നും പറയാത്താണ്. പക്ഷേ എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ മറുപടി കൊടുക്കേണ്ടത്, അല്ലേ? എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ എത്ര പ്രാവശ്യം മേടിച്ചു എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കില്ല. സർ, ഈ ബജറ്റ് ഒരു വലിയ തുടക്കമായി. ഞങ്ങൾ ഈ കേരളത്തെ മാറ്റി എഴുതും. ഈ നാടിൽ വളർന്നു വരുന്ന തലമുറ അവര് പ്രതീക്ഷയോടുകൂടി ഞങ്ങളെ കാത്തിരിക്കുക. അത് വിറ്റുശീലമുള്ളവർ ആണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർ, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരളത്തിലെ യുവതലമുറയും വിദ്യാർത്ഥികളുടെ തലമുറയും. അവരുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഡെലിവറി ഉണ്ടാവും. ഇപ്പൊ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് ഡെലിവറി ഉണ്ടാവും, കൃത്യമായ ഡെലിവറി. അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സത്യാഗ്രഹത്തിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നിയമസഭയിൽ കണ്ടത്. പുതിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ വമ്പൻ അഴിമതി ആരോപണങ്ങളുമായി ചാടി വീണ CPM-നും ഇടതുപക്ഷത്തിനുമുണ്ടായ കനത്ത തിരിച്ചടിയുടെ കഥയാണിത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ, അതായത് 20% താഴെ മാത്രം ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ലഹരി പാനീയങ്ങളുടെ നികുതി ഘടന നിശ്ചയിച്ചിരുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു LDF വിവാദം കൊഴുപ്പിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ ബക്കാടി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മദ്യ കമ്പനികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയാണ് ബജറ്റിൽ ഇത്തരമൊരു ഭേദഗതി വരുത്തിയത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. സൈബർ ഇടങ്ങളിലും മാധ്യമങ്ങളിലും ഈ കള്ളപ്രചരണം ഇടതുപക്ഷം വലിയ ആഘോഷമാക്കാൻ ശ്രമിച്ചു. എന്നാൽ നിയമസഭയ്ക്കുള്ളിൽ ഔദ്യോഗിക രേഖകളുടെയും മുൻകാല ഫയലുകളുടെയും പിൻബലത്തോടെ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പ്രത്യാക്രമണം LDF കോട്ടകളെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കുകയായിരുന്നു. ബജറ്റിന്റെ ഇവിടെ ഇപ്പൊ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റില്ലേ? പിന്നെ നിങ്ങളുടെ UDF-ന്റെ മീറ്റിംഗ് കൂടി KPCC ഓഫീസിൽ പോയി ഇംഗ്ലീഷ് ഡൽഹി സംസാരിച്ച് അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇത് എഫക്റ്റീവ് ആവത്തുള്ളൂ. ഈ സഭയിൽ ഇത് അംഗീകരിച്ചാൽ വിൽക്കാൻ പറ്റില്ലേ? അങ്ങ് പറഞ്ഞു വിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ UDF-ന്റെ നയമെടുത്തേ വിൽക്കുന്നു. സാർ, ഇത് ഞങ്ങൾ പാസ്സാക്കുന്നു, വിൽക്കാൻ പറ്റും, മനസ്സിലാക്കുന്നു, വിൽക്കാൻ പറ്റും. കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ ഇറക്കണമെന്നും അത് പ്രോത്സാഹിപ്പിക്കണമെന്നുമുള്ള നയപരമായ തീരുമാനമെടുത്തത് ഈ UDF സർക്കാരല്ല, മറിച്ച് മുൻപ് ഭരിച്ച പിണറായി വിജയൻ സർക്കാരാണെന്ന് നടുക്കുന്ന സത്യമാണ് അദ്ദേഹം സഭയിൽ വിളിച്ചു പറഞ്ഞത്. 2022-23 വർഷത്തെ LDF സർക്കാരിന്റെ ഔദ്യോഗിക മദ്യനയത്തിൽ ഉദയഭാനു കമ്മീഷൻ ശുപാർശകളുടെ മറപിടിച്ച് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കാൻ വിദേശ മദ്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് ഇടതുപക്ഷമായിരുന്നു. അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന CPM നേതാവ് MV ഗോവിന്ദൻ ബക്കാടി ഇന്ത്യ ലിമിറ്റഡ് അപേക്ഷയിൽ അതീവ താൽപര്യമെടുത്ത് എത്രയും വേഗം ഫയലുകൾ നീക്കാനും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നിർദ്ദേശം നൽകിയതിന്റെ ഫയൽ വിവരങ്ങൾ VD സതീശൻ പുറത്തുവിട്ടു. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി, ഇപ്പോഴത്തെ അല്ല, അതിനേക്കാൾ മുമ്പുള്ള ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു, പുതിയ ടാക്സ്. എന്തിനാണെന്നറിയോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം, മറ്റത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ വിൽക്കുന്ന സാധനം. എടാ, അതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് എത്രയെന്നറിയാമോ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വൈന് 86, ബിയറിന് 116. ഇതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് 40% മുതൽ 60% വരെയാണ്. 60% വരെ, 40% മുതൽ 60% ഹൈ. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. 2018-19 അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്
210% ടാക്സ് ആയിരുന്നപ്പോൾ ഇവരുടെ ഗവൺമെന്റ്, അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി, കൊണ്ടുവന്ന ടാക്സ് എത്രയാണ്? 78%. 78%. എന്നിട്ട് 2022-23 ഇപ്പോ 251% വരെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്ന് അറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്ത്? ആണോ? അതാണ് ചോദ്യം. ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78%, 60% വരെ ആൽക്കഹോളിക് കണ്ടന്റുള്ള സാധനം മേടിച്ചത്? മദ്യമാഫിയവുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി യുവാക്കളെ മദ്യത്തിലേക്ക് ആകർഷിക്കുന്ന പ്രീസറുകൾ പോലുള്ള പാനീയങ്ങൾക്ക് വഴിവിട്ട അനുമതി നൽകാൻ തറക്കല്ലിട്ടത് CPM ആണെന്ന് ഇതോടെ തെളിഞ്ഞു. 0 മുതൽ 10% വരെ ആൽക്കഹോൾ ഉള്ളതിന് ബീറിനേക്കാൾ 8% വർദ്ധിപ്പിച്ച് 122%, 10 മുതൽ 20% വരെയുള്ളതിന് ബീറിന്റെ നികുതിയേക്കാൾ 58% വർദ്ധിപ്പിച്ച് നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് മദ്യ കമ്പനികളുടെ ലാഭക്കൊതിക്ക് VD സതീശൻ സർക്കാർ കനത്ത പ്രഹരമേൽപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ മദ്യ അഴിമതിയുടെ ചരിത്രം VD സതീശൻ മന്ത്രിസഭയിൽ ഓരോന്നായി എണ്ണി പറഞ്ഞപ്പോൾ LDF ബെഞ്ചുകൾക്ക് മറുപടിയില്ലാതായി. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ നികുതി നയം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അക്കാലത്ത് 40 മുതൽ 60% വരെ ഉയർന്ന ആൽക്കഹോൾ അടങ്ങിയ വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ എത്തിക്കുന്ന വിദേശ മദ്യത്തിന് വെറും 88% മാത്രമാണ് LDF സർക്കാർ നികുതി ചുമത്തിയിരുന്നത്. അതേസമയം സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് 210% മുകളിലായിരുന്നു നികുതി. വൻകിട അന്താരാഷ്ട്ര മദ്യ കമ്പനികളെ സഹായിക്കാൻ LDF കാണിച്ച ഈ വ്യഗ്രതയെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് ലോകപ്രശസ്ത ബ്രാൻഡുകളായ ജോണി വാക്കറിൽ നിന്നും ഷീവാസ് റീഗലിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈനീട്ടി വാങ്ങിയിട്ടാണോ നിങ്ങൾ നികുതി കുറച്ചു കൊടുത്തത് എന്ന് VD സതീശൻ സഭയിൽ ഗർജിച്ചപ്പോൾ LDF നേതാക്കൾ തലകുനിക്കേണ്ടി വന്നു. പുറത്ത് മദ്യവർജനം പ്രസംഗിക്കുകയും അകത്ത് മദ്യവ്യാപനം നടത്തുകയും ചെയ്ത കപട ഇടതുപക്ഷ നയത്തിന്റെ കണക്കുകളും സഭയിൽ ചർച്ചയായി. ഒരു പുതിയ കാറ്റഗറി വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഗവൺമെന്റ് കണ്ടിന്യൂഷൻ ആണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. 120% മുതൽ 120ഉം 175 2 ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുക്കും. പിണറായി വിജയൻ 2016 ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ കേരളത്തിൽ ആകെ 28 ബാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ LDFന്റെ ഭരണം അവസാനിക്കുമ്പോഴേക്കും കേരളത്തിലെ ബാറുകളുടെ എണ്ണം 900-ലധികമായി കുതിച്ചുയർന്നു. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പോലും മദ്യമൊഴുകി യുവതലമുറയെ ലഹരിക്ക് അടിമയാക്കി ഭരിച്ചവരാണ് ഇപ്പോൾ സഭയിൽ വന്ന മദ്യത്തിനെതിരെ ഉപദേശിക്കാൻ മുതിരുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായ തെളിവുകളോടെ നടത്തിയ ഈ വിസ്മയ പ്രകടനം LDF സർക്കാരിന്റെ പഴയ കാലത്തെ ഇരട്ടത്താപ്പും ജനവഞ്ചനയും പൊതുസമൂഹത്തിന് മുന്നിൽ പൂർണ്ണമായും തുറന്നുകാട്ടുന്നതായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.